വയനാട് ഉൾപ്പെടൽ കാണാതായവർക്കായി നാട്ടുകാരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ തെരച്ചിൽ തുടരുന്നത്. 6 സോണുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ വൈകിട്ട് 5 വരെ നീണ്ടു നിൽക്കും. ജനകീയ തെരച്ചിൽ തുടരണോ വേണ്ടയോ എന്നത് നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ തേടി ദുരന്തഭൂമിയിൽ ഇന്ന് നടത്തിയ ജനകീയ തിരച്ചിലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് പേരാണ് പങ്കാളികളായത്. ക്യാമ്പിൽ കഴിയുന്നവർക്കൊപ്പം NDRF, ഫയർഫോഴ്സ്, പോലീസ്, പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരും അണിനിരന്നു. ആദ്യഘട്ടം മുതലുണ്ട് ഓരോ ഷിഫ്റ്റായിട്ട് ദുരന്ത നിവാരണ സേനയുടെ കൂടെ തന്നെ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യലാണ്. അങ്ങനെ 30 പേര് 60 പേര് ആദ്യഘട്ടം മുതലുണ്ട്. ഓരോ ദിവസം മാറിക്കൊണ്ട് വരുന്നത്, കാരണം എല്ലാവരും ക്ഷീണിച്ചുമ്പോൾ വേറെ ടീം വരും, അങ്ങനെയാണ് വരുന്നത്. ദുരന്ത ബാധിതരുടെ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിക്കുമെന്നും ജനകീയ തിരച്ചിൽ തുടരുമോ എന്നതിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ക്യാമ്പിൽ നിന്ന് വരുന്നവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ കുറെ കൂടി നന്നായി പരിശോധിച്ചു വരികയാണ്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. മൃതദേഹം കണ്ടെത്താനും വേണ്ടി ഉള്ള എന്തൊക്കെ സാധ്യതയുണ്ടോ ആ സാധ്യതകളൊക്കെ നമ്മൾ പിൻപറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും. 126 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്ത പശ്ചാത്തലത്തിൽ പഠനം നടത്താൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ 5-അംഗ വിദഗ്ധ സംഘം ഈ മാസം 19-ന് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കും. 24 വയനാട്.